എക്സിറ്റ് പോളുകൾ വരുമ്പോൾ എൽ ഡി എഫിന് ഏറ്റവും കൂടുതൽ ക്ഷീണം സംഭവിക്കുന്നതും യു ഡി എഫിന് മുന്നേറ്റം പ്രവചിക്കുന്നതുമായ ഒരു ജില്ല കോഴിക്കോടാണ്. കോഴിക്കോടിൻ്റെ DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിട്ട് അതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്, വോട്ടെടുപ്പിന് ശേഷവും പറഞ്ഞിട്ടുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ 11 സീറ്റ് വരെ പ്രവചിക്കുന്നു. എന്താ തോന്നുന്നത്? 11 സീറ്റ് വരെ പ്രവചിച്ചതിൽ സന്തോഷം. പക്ഷേ യാഥാർത്ഥ്യം അതുക്കുമേലെയായിരിക്കും. 13 13 ഔട്ട് ഓഫ് 13 ജില്ലയിൽ UDF ജയിക്കും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് പോലും 4 സീറ്റാണ് ഇവിടുന്ന് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. 20 വർഷമായി കോൺഗ്രസിന് MLA കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്താണ് ഈ ഒരു മുന്നേറ്റം വരാനുള്ളൊരു കാരണം? അല്ല, കഴിഞ്ഞ 5 വർഷക്കാലമായി ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും അടുക്കും ചുറ്റുമുള്ള സംഘടനാ പ്രവർത്തനം. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനം മൈക്രോ ലെവൽ, ബൂത്ത് ലെവലിലായിരുന്നു. CUC രൂപീകരിച്ച് ബൂത്ത് ലെവലിലെ പ്രവർത്തനം കേന്ദ്രീകരിച്ചപ്പോൾ താഴെത്തട്ടിൽ പ്രവർത്തകരെ ഉണർത്തുവാനും അവരെ സജ്ജമാക്കാനും കോൺഗ്രസ് സാധിച്ചു. പിന്നെ പാർട്ടിയിൽ കൊണ്ടുവന്ന അക്കൗണ്ടബിലിറ്റി, പ്രവർത്തിക്കുന്നവന് സ്ഥാനവും പ്രവർത്തിക്കാത്തവന് സ്ഥാനമില്ലാത്ത അവസ്ഥയും പാർട്ടിയിൽ കർശനമാക്കി. പിന്നെ എല്ലാ പ്രവർത്തകരുടെയും മനസ്സിലൊരു പാർട്ടി വികാരമുണ്ടാക്കി. ഗ്രൂപ്പിൻ്റെ താല്പര്യം തീരെ ഇല്ലാതായി. ഈ ഘടകങ്ങളൊക്കെ കോൺഗ്രസിനും UDFിനും സഹായമായി. പിന്നെ അതിലൊക്കെ കോൺഗ്രസ് ലീഗുമായുള്ള ബന്ധം. ഒരു പാർട്ടി UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ കോൺഗ്രസ് ലീഗും ഇവിടെ പ്രവർത്തിച്ചത് ഒരു പാർട്ടിയെ പോലെയാണ്. അങ്ങനെ UDF പാർട്ടി എല്ലാവരുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് ഇത്രയ്ക്ക് വലിയ വിജയത്തിലേക്ക് സജ്ജമാക്കുന്നത് ഞങ്ങളെ സഹായിച്ചതാണ് എൻ്റെ വിശ്വാസം. ബേപ്പൂർ, പേരാമ്പ്ര, എലത്തൂർ തുടങ്ങിയ ചില സീറ്റുകൾ LDF വിജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സർവേ റിപ്പോർട്ടുകൾ. സാധ്യതയല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അതായത് കേവലം 2 സീറ്റ് മാത്രം കൊണ്ടായിരുന്നൊരു ജില്ലയിൽ 11 സീറ്റ് ജയിച്ചേക്കാമെന്ന് എക്സിറ്റ് പോൾ പറഞ്ഞെങ്കിൽ എൻ്റെ മനസ്സും ഉറപ്പിച്ച് പറയുന്നു, വിജയം അതുക്കും മേലെയാണ്. 13 ഔട്ട് ഓഫ് 13, 13 ഈ ജില്ലയിൽ UDF ജയിക്കും. സംഘടനാ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ നേതൃത്വത്തിൻ്റെ ഒരു സാന്നിധ്യം, ഷാഫി പറമ്പിലാണെങ്കിലും MK രാഘവനാണെങ്കിലും ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അല്ലേ? അല്ല, ഈ ജില്ലയിൽ ഞങ്ങൾ നേതൃതലത്തിലായാലും താഴെത്തട്ടിലായാലും കൂട്ടായ്മയായിരുന്നു. ഒരഭിപ്രായ വ്യത്യാസം നിങ്ങൾ കഴിഞ്ഞ 5 വർഷം കോഴിക്കോട് കേട്ടിട്ടുണ്ടാവില്ല. അതിൽ 2 MP-മാർ, മുല്ലപ്പള്ളി രാമേന്ദ്രൻ, ഷാഫി പറമ്പിൽ, MK രാഘവൻ, അതുപോലത്തെ മറ്റു KPCC ഭാരവാഹികൾ എല്ലാവരും ഒരുമിച്ചൊരു ടീമായിരുന്നു. ഞങ്ങളവർക്ക് ടീം കോഴിക്കോടിൻ്റെ വർക്കായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ ഞങ്ങളുടെ ബത്തേരിയിലെ ക്യാമ്പിൽ വെച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനായ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പേരെടുത്ത് അഭിനന്ദിച്ചൊരു ജില്ല കോഴിക്കോടാണ്. അദ്ദേഹം അഭിനന്ദിച്ചത് ടീം കോഴിക്കോടിനെയാണ്. അദ്ദേഹം നൽകിയ പിന്തുണ, ശ്രീ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകിയ പിന്തുണ, KPCC പ്രസിഡന്റ് K സുധാകരനും സണ്ണി ജോസഫും രമേശ് നൽകിയ പിന്തുണ, പിന്നെ AICCയുടെ ഒരു മോണിറ്ററിങ് അത് വളരെ വലുതായിരുന്നു ജില്ലയിൽ. കാരണം AICCയുടെ ചാർജുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ കൃത്യമായ മോണിറ്ററിങ്, അങ്ങനെ പ്രവർത്തകരുടെ കൃത്യമായ അടുക്കുചില പ്രവർത്തനവും നേതൃത്വത്തിൻ്റെ മോണിറ്ററിങ് കൂടിയായപ്പോഴാണ് ജില്ലയിൽ ഈ നേട്ടത്തിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ 20 വർഷത്തെ ഒരു അറുതി വെച്ചിട്ടുണ്ട് കോൺഗ്രസ് MLA-മാർ കോഴിക്കോട്. ഞാൻ പറഞ്ഞില്ല, എന്നോട് ചോദിച്ചല്ലോ കോൺഗ്രസ് MLA ഉണ്ടാവും. ഞാൻ അന്നും പറഞ്ഞ മറുപടി ഉണ്ട്. ഇത്തവണ കോൺഗ്രസ്സിന് ജില്ലയിൽ നിന്നും MLA അല്ല MLA-മാർ ഉണ്ടാവും. അത് ദൈവം സഹായിച്ച് 4-ാം തീയതി യാഥാർത്ഥ്യമാവും.